എന്റെ അമ്മോ ഈ മതിലും ഉണ്ട്. അതല്ലേ കുമ്പളങ്ങി മറിയാ. ഇനി എല്ലാവരും ചെവിയിൽ പഞ്ഞി വെച്ചാൽ മതി. നെപ്പോ കിഡ്സ് ആയിട്ടുള്ള കുറെ കുട്ടികൾ കാണിക്കുന്ന പോക്കറി തരം ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന അമ്മമാർക്കുള്ള, അതായത് മഞ്ജു പിള്ളയുടെ മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മഞ്ജു പിള്ളയോടാണ് എൻ്റെ ചോദ്യം. ആകെ ഒരു മകളേ ഉള്ളൂ, നിനക്കതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? ഒലക്ക കൊണ്ട് തല്ലി വളർത്തണമെന്നൊക്കെ പഴമക്കാര് പറയും. ഒലക്ക പോയിട്ട് ഒരു വടി പോലും എനിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. അവളെ പോലെ പക്വതയും സ്വഭാവ ഗുണവും എന്റെ സ്വന്തം മകളെ കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞാൽ ശരിയാവില്ല. വിവരമില്ലാത്ത കുറേയും ഈ മഞ്ഞക്കാരിപ്പുണ്ട്. വല്ലവന്റെ ലൈഫ് വിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എന്റെ 1-2 ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണമില്ല ഈ മനുഷ്യന്, ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെന്ന്. ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? ചേട്ടന്റെ മോളായതുകൊണ്ട് പറയല്ല, ഇത്രയും പക്വത ശുഷ്കാന്തിയുള്ള ഒരു പെങ്കൊച്ചിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നതാണ് മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ. എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, അവിടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ. നിങ്ങൾ എന്നെ പറഞ്ഞു, എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പൂട്ടും. ഇങ്ങനെ തുണി പറിച്ചെറിഞ്ഞ് പൊതുസമൂഹത്തിന് ഞാനൊരു ഭയങ്കര മോഡലാണ് എന്ന് കാണിക്കാനും മാത്രമുള്ള എന്ത് തരം ഇതാണ് അമ്മയും അച്ഛനും ഫീഡ് ചെയ്തെന്ന് മനസ്സിലാകുന്നത്. ഞാൻ പറയട്ടെ, നീ ഒന്നും പറയണ്ടടാ. കൈ കിട്ടി അവനെ തല്ലി ഞാൻ കാലൊടിക്കാൻ തുറന്ന് പിടിച്ചങ്ങോട്ട് കാണിച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇതാണ് ഫാഷൻ. ഇതിനാണ് ഫാഷൻ എന്ന് പറയും. തുണിയില്ല, സ്കിൻ കാണിക്കുന്നു. ആ ഡിസൈനറിന്റെ ഡിസൈനാണ് ഞാൻ ഇടുന്നത്. ഞാനിത് വിശ്വസിക്കണം മിസ്റ്റർ മുരളീകൃഷ്ണൻ. സത്യം വിശ്വസിക്കണം, മുൻധാരണകളില്ലാതെ. അതാണ് അന്തസ്സുള്ള മാധ്യമ പ്രവർത്തനം. ഞാൻ വെല്ലുവിളിക്കുന്നു. കഷ്ടപ്പെട്ട് ജീവിക്കാൻ അവർ തയ്യാറാണോ? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി.